ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. കണ്ണൂർ ആറളത്ത് കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ മരിച്ച പശ്ചാത്തലത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ആറളം ഫാമിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ അടിയന്തര നടപടി സ്വീകരിച്ചതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പുൽപ്പള്ളിയിലേതുപോലെ ആറളത്ത് AI സംവിധാനം ഉപയോഗപ്പെടുത്തി പരീക്ഷണാടിസ്ഥാനത്തിൽ മതിൽ നിർമ്മിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് പരിക്ക്. കുമളി മന്നാകുടി സ്വദേശി രാജനാണ് പരിക്കേറ്റത്. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ നിരീക്ഷണ പാതയിലൂടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം പോകുമ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു. ഈ മാസം 27-ന് തിരുവനന്തപുരത്താണ് യോഗം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം അവലോകനം ചെയ്യും. കേരളത്തിലാദ്യമായി ജില്ലാ ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ആദ്യഘട്ടമായി തിരുവനന്തപുരം, എറണാകുളം ജനറൽ ആശുപത്രികളിലും മലപ്പുറം, തിരൂർ ജില്ലാ ആശുപത്രിയിലുമാണ് ഇവ ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് 28 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ 65.83% പോളിംഗ് രേഖപ്പെടുത്തി. ആകെ 38,919 പേരാണ് വോട്ട് ചെയ്തത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെത്തി. അഡ്വാന്റേജ് അസം 2.0 നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഉച്ചകോടി അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സംഘടനകൾ, വ്യവസായ പ്രമുഖർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ പങ്കെടുക്കും. 8,600-ലേറെ നർത്തകർ അണിനിരന്ന അസമിലെ പരമ്പരാഗത കലാരൂപമായ ഝുമോയ് നൃത്ത പരിപാടി അദ്ദേഹം വീക്ഷിച്ചു. ബീഹാർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി അസമിൽ എത്തിയത്. ICC പുരുഷ വിഭാഗം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ന്യൂസിലൻഡിന് 237 റൺ വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 27 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 129 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ മത്സരം വിജയിച്ചാൽ ന്യൂസിലൻഡ് സെമി യോഗ്യത നേടും. വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി ചലച്ചിത്ര പോസ്റ്റർ നിർമ്മാണ മത്സരം സംഘടിപ്പിക്കുന്നു. ഡിജിറ്റൽ, ഹാൻഡ് പെയിന്റ് പോസ്റ്ററുകൾ എന്നീ 2 വിഭാഗങ്ങളിലാണ് മത്സരം. വിജയികൾക്ക് പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകും. അടുത്ത മാസം 15 വരെ മത്സരത്തിനായി രജിസ്റ്റർ ചെയ്യാം. മാലിന്യ സംസ്കരണത്തിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും അവാർഡ് നൽകുമെന്ന് മന്ത്രി MB രാജേഷ്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്ലീൻ കേരള കോൺക്ലേവിന്റെ ലോഗോ കണ്ണൂരിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുനിരത്തുകളിൽ മാലിന്യം വലിച്ചെറിയുന്ന മനോഭാവം മാറ്റാൻ എല്ലാവരും തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വാർഡ് വിഭജനം സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ തുടർന്ന് പരാതികൾ നേരിട്ട് കേൾക്കാൻ തീരുമാനിച്ചതായി കമ്മീഷൻ ചെയർമാൻ A ഷാജഹാൻ. കരട് വാർഡ് വിഭജന നിർദ്ദേശങ്ങളിൽ പരാതി നൽകിയവരെ അടുത്ത മാസം 7-ന് രാവിലെ 10 മുതൽ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് കമ്മീഷൻ നേരിൽ കാണുന്നത്. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ BJP നേതാവ് PC ജോർജിനെ ഈരാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ECG പരിശോധനയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലശ്ശേരി പൊന്ന്യം ഏഴരക്കണ്ടത്തിൽ ആരംഭിച്ച പൊന്ന്യത്തങ്കത്തോടനുബന്ധിച്ച് നാളെ നടക്കുന്ന പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. പുതിയ തലമുറയിലേക്ക് കളരിപ്പയറ്റിന്റെ ചരിത്രവും സംസ്കാരവും പകർന്നു നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മലപ്പുറം എടക്കര ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം നാളെ നടക്കും. രാവിലെ 11 മണിക്ക് അവിശ്വാസ പ്രമേയ ചർച്ച ചെയ്യും. തുടർന്ന് വോട്ടിംഗും നടക്കും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കഥാഗതി 2025 നാളെ നടക്കും. അഖില കേരള യുവ സാഹിത്യ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കഥാകൃത്തുക്കൾക്കായുള്ള ചെറുകഥാ ശില്പശാലയാണ് നാളെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30-ന് ശില്പശാല ആരംഭിക്കും. ശിവരാത്രിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ബുധനാഴ്ച തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള സർവീസ് രാത്രി 11:30 വരെയുണ്ടാകും. സരസകവി മൂലൂർ S പത്മനാഭ പണിക്കരുടെ 156ാം ജന്മവാർഷികാഘോഷങ്ങൾ പത്തനംതിട്ട മൂലൂർ സ്മാരകത്തിൽ നടന്നു. മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.